വെൽക്കം ടു ലെർണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്സ് ഇൻ സി ആണ്. സിയിൽ വരുന്ന ഡാറ്റ ടൈപ്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റ ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഡാറ്റ ആണോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആൽഫബറ്റ്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ ഓരോന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് സി പ്രോഗ്രാമിംഗ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഡാറ്റയ്ക്ക് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് സി പ്രോഗ്രാം ആണ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, ഓക്കെ, ഏത് കാറ്റഗറിയിലാണ് ഈ ഡാറ്റ കിടക്കുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി സിക്കകത്ത് മെയിൻലി 3 ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് 3 ടൈപ്സ് ഓഫ് ഡാറ്റ ആണ് നമ്മൾ സിയിൽ ആക്ച്വലി ഉള്ളത്. അതിന് നമ്മൾ പ്രൈമറി ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, അങ്ങനെ 3ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഡാറ്റ. നെയിം എന്താണ്? പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ പ്രൈമറി അതായത് സിംഗിൾ പോലുള്ള ഡാറ്റാസ് നമ്മൾ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുക, ഖാർ എന്ന് പറയുന്ന കീവേഡ് ആയിട്ടായിരിക്കും നമ്മൾ ആൽഫബറ്റ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്ലോട്ടും ഡബിളും ലോങ് ഡബിളും ഇത് മൂന്നിനെയും തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്സ് എന്നാണ് പറയുക. ഇത് ആക്ച്വലി നമ്മൾ റിയൽ ഡാറ്റാസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പറയാണ് 0.2 അല്ലെങ്കിൽ ഈ പോയിന്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള റിയൽ നമ്പേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ദ ടേം പറയുന്ന പോലെ തന്നെ ഡിറൈവ് ചെയ്ത് വരുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൈമറി ഡാറ്റ ടൈപ്പ് ഡിറൈവ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറിയിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആക്ച്വലി സിംഗിൾ ആയിട്ടായിരിക്കും, അതായത് ഇപ്പോൾ നമ്പേഴ്സ് മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. ഈ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻറ്റിനെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻറ്റിജർ നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ആ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറേസ്, ഫങ്ഷൻസ്, പോയിന്റേഴ്സ് എന്ന് പറയുന്ന 3 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫങ്ഷൻസും പോയിന്റേഴ്സും അറേസും ഇത് മൂന്നും നമ്മൾ നെക്സ്റ്റ് വേറെ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കലി അത് എന്താന്നുള്ളത് പറയും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഓവർവ്യൂ മാത്രം പറഞ്ഞുതരാം. അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കൺസേൺ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഇപ്പോൾ ഇൻറ്റിജറിന്റെ ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യണത്. ഇനി പോയിന്റേഴ്സ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അത് ഏത് മെമ്മറി ലൊക്കേഷനിലാണെന്നൊക്കെ ഉള്ളത് ഡയറക്റ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പോയിന്റർ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഞാൻ ഓൾറെഡി മെമ്മറിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഓൾറെഡി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് ഞാൻ ഡയറക്റ്റ്ലി പോയിന്റർ യൂസ് ചെയ്തിട്ടായിരിക്കും ആരെ കോൾ ചെയ്യുന്നുണ്ടാവുക, എനിക്ക് വേണ്ട സാധനത്തിനെ ഞാൻ റിട്രീവ് ചെയ്യുക ഈ പോയിന്റർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിറൈവ് ചെയ്ത് ഗ്രൂപ്പായിട്ട് വരുന്ന സംഭവങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് 3 ടൈപ്പിലാണുള്ളത്: അറേസ്, ഫങ്ഷൻസ്, പോയിന്റേഴ്സ്. നെക്സ്റ്റ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് പറയുന്നത് സ്പെസിഫൈ ആയിട്ട് യൂസർ പറയുകയാണ് എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വേണ്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്.
ഓക്കെ, ഇപ്പൊ എനിക്ക് ഇപ്പോൾ ഒരു ചിലപ്പോൾ ഫ്ലോട്ടിംഗ് വേരിയബിൾ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയുകയാണ് എനിക്ക് ഫ്ലോട്ട് വേണ്ട, എനിക്ക് അതിനെ ഇന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ യൂസറിന്റെ ആഗ്രഹപ്രകാരം യൂസർ ഡിഫൈൻ ചെയ്തിട്ട് ഈ ഇന്റിജറിനെ ഫ്ലോട്ട് ആക്കുക അല്ലെങ്കിൽ ഫ്ലോട്ടിനെ ഇന്റിജർ ആക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റേനെയാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന്. അതിന് 4 എണ്ണമാണ് ഉള്ളത്. സ്ട്രക്ചർ ഉണ്ട്, യൂണിയൻ ഉണ്ട്, എന്യൂമറേഷൻ ഉണ്ട്, ടൈപ്പ് ഡെഫ് എന്നുണ്ട്. അപ്പൊ ഇത് 4 എണ്ണമാണ്. ഇതൊക്കെ ഓരോന്നും എന്താന്നുള്ളത് നമ്മൾ വേറെ ക്ലാസ്സസിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇതിന്റെ ഓവർവ്യൂ പറഞ്ഞുതരാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുന്നേ പറഞ്ഞു, അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ വിത്ത് സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കും അറേസ്. സ്ട്രക്ചർ അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അത് ന്യൂമറിക്കൽ ആയിക്കോട്ടെ, അത് ആൽഫബറ്റിക്കൽ ആയിക്കോട്ടെ, അത് സൈൻഡ് ആയിക്കോട്ടെ, അത് അൺസൈൻഡ് ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ എത്ര വേണം എന്നുള്ളത് ഓൾറെഡി അത് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് അതിന് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. യൂണിയനും സെയിം തന്നെയാണ്, പക്ഷെ യൂണിയൻ എടുക്കാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്സിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറിയിലായിരിക്കും ഫുൾ ഡാറ്റ കൊണ്ടിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ഇനി എന്യൂമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, അപ്പോൾ നമ്മൾ ഡേയ്സ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയും. ഇന്നത്തെ പോലെ ആയിരിക്കില്ല നമുക്ക് നാളത്തെ ഡേ. അപ്പോൾ ആ ഒരു ടൈപ്പ്, അതായത് എപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാത്ത ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഡെഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം ഉണ്ട്. ടൈപ്പ് ഡെഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക, ഏത് ടൈപ്പ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എന്താണോ അതാണോ ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടേഴ്സ്. എന്താണ് ക്യാരക്ടർ? എന്താണ് നമ്മൾ പ്രൈമറിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാരക്ടർ, ഇന്റിജർ, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാരക്ടർ. ഈ കാർ എന്നാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യുക. CHAR, കാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നുള്ളത്, നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ആൽഫബറ്റിക്കലി A to Z വരയ്ക്കും അതിന് ടേക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ സ്മോൾ ലെറ്റർ A to Z വരയ്ക്കുള്ളതാണ് ഈ കാറിനകത്ത് വരുന്ന ഡാറ്റാസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ കാർ തന്നെ 2 ടൈപ്സ് ഉണ്ട്. സൈൻഡ് കാറും ഉണ്ട്, അൺസൈൻഡ് കാറും ഉണ്ട്. ഈ സൈൻഡ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ നമുക്ക് എന്തെങ്കിലും സൈൻ സിഗ്നേച്ചർ, ഒരു സിമ്പിളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാർസിനെയാണ് നമ്മൾ സൈൻഡ് കാർ എന്ന് പറയുക. അൺസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സൈൻ പ്ലസ് മൈനസ് അങ്ങനത്തെ ഒന്നും നമുക്ക് അതിനോട് സ്പെസിഫൈ ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അൺസൈൻഡ് കാർ എന്ന് പറയുക. ഇനി ഒരു കാർ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1 ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്. ഓക്കെ, 1 ബൈറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 8 ബിറ്റ്സ് ഓഫ് ഡാറ്റയാണ് ഉണ്ടാവുക. അതായത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടർ നമ്മൾ സ്പെസിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തൊരു സാധനവും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് 0, 1 എന്ന് പറയുന്ന നമ്പേഴ്സിലായിരിക്കും നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ ബിറ്റ് ബൈറ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ 8 ബിറ്റ് ആണ് കൂടി ചേർന്നിട്ടാണ് 1 ബൈറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെമ്മറി അലോക്കേഷൻ എത്ര വേണം? മിനിമം 1 ബൈറ്റ് മെമ്മറി എങ്കിലും വേണം. ഇനി നെക്സ്റ്റ് പ്രൈമറി കൺസേണിൽ വരുന്നതാണ് ഇന്റിജർ ഡാറ്റ ടൈപ്പ്. അത് നമ്മൾ ഇന്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതും ഇതുപോലെ സൈൻഡും ഉണ്ട്, അൺസൈൻഡും ഉണ്ട്. അത് 3 ടൈപ്സ് ഓഫ് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണുള്ളത്. ഷോർട്ട് ഇന്റ് ഉണ്ട്, ലോങ് ഇന്റ് ഉണ്ട്. ഓക്കെ, ഈ ഷോർട്ട് ഇന്റിനാണെന്നുണ്ടെങ്കിൽ 1 ബൈറ്റ് ഓഫ് മെമ്മറി മതി. ഇന്റ് ആണെങ്കിൽ 2 ബൈറ്റും, ലോങ് ഇന്റ് ആണെങ്കിൽ 4 ബൈറ്റും. ഇതിനും സെയിം ആണ്. ഷോർട്ട് ഇന്റിനും സൈൻഡും അൺസൈൻഡും ഉണ്ട്, ഇന്റിനും സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഉണ്ട്, ലോങ് ഇന്റിനും സൈൻഡ് ആൻഡ് ഇൻസൈൻഡ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. ഫ്ലോട്ട് ആൻഡ് ഡബിൾ, ലോങ് ഡബിൾ പറയുന്നത് മൂന്നിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. റിയൽ നമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കീവേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ടും ഡബിളും ലോങ് ഡബിളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ റിയൽ നമ്പേഴ്സിന്റെ വാല്യൂസ് മാത്രമേ കൊടുക്കാൻ 0.2, 0.5, 0.3, 0.47, 0.5 അങ്ങനെയുള്ള വേരിയബിൾസ് അല്ല വാല്യൂസ് മാത്രമേ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് 4 ബൈറ്റ് ഓഫ് മെമ്മറി ഈസ് ഇനഫ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ ആണ്. ഡബിൾ എന്ന് പറയുമ്പോൾ 8 ബൈറ്റ് വേണം. കാരണം റിയൽ നമ്പേഴ്സിനേക്കാൾ കുറച്ചും കൂടി വലുത്. ഓക്കെ, കുറച്ചും കൂടി വലിയ റിയൽ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ എടുക്കുന്നത്. ഇനി ലോങ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ഈ പറയുന്ന റിയൽ നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഡബിൾ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഡാറ്റ ടൈപ്സ് എന്താണ്, സിയുടെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്, വാട്ട് ആർ ഇറ്റ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ ടൈപ്സ്, അതിൻ്റെ ഉള്ളിലെ കാറ്റഗറീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.